അത് വേണ്ട പോലെ സംഘാടനം ചെയ്താൽ എല്ലാം ഉണ്ടാവുന്ന വിശ്വാസമുണ്ട്. എല്ലാ ശിഷ്യന്മാരായ പ്രശിഷ്യരായ എല്ലാ സംഗീതജ്ഞരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് മാടമ്പി ആശാൻ, രാമവാരാശനെ ഞാൻ ഓർക്കുന്നത് ആദ്യം പറയുന്നത് 71 ഞാൻ വരുമ്പോൾ ആശാനെ കണ്ടിട്ടുണ്ട്. 72 ഞാൻ പത്മനാഭനാരാശന്റെ കളരിയിലാണ്. കുട്ടിത്തരം വേഷങ്ങൾ ആശാനെ ചൊല്ലിയാടിക്കുമ്പോൾ ആ കളരി കുട്ടികളെ പാടിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് സംഗീത വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. അപ്പൊ ഈ കുട്ടികളെ കളരിയിൽ ചൊല്ലിയാടിക്കാൻ പാടിപ്പിക്കുന്നതിന് രാമവരാശാനുണ്ട്. അപ്പോ എൻ്റെ കുട്ടിത്തരം വേഷങ്ങൾ രാമവാരാശാന്റെ പാട്ടിലൂടെയാണ് ഉറപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയല്ല, ഇടത്തരവും ആദ്യാവസാനവും ഇതും പത്മനാഭനാരാശന്റെ കളരിയിലാണ്. രാമവരാശാന് കളരി പാടുന്നത് ഏറ്റവും ഇഷ്ടം പത്മനാഭനാരാശന്റെ കളരി പാടുന്നത്. പത്മനാഭനാരാശാനും ആ ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ കുട്ടികളെ ഒരിക്കൽ പോലും ശാസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒട്ടും ശാസിക്കാതെയും ദേഷ്യപ്പെടാതെയുമാണ് രാമവരാശൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പാടിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഓർമ്മ. ഇതിന് ശേഷം എനിക്ക് ആശാനുമായി കൂടുതൽ അടുക്കാൻ പറ്റിയ ഒരവസരം എന്ന് പറയുന്നത് 81 വിദേശ യാത്രയിലാണ്, അമേരിക്കയിൽ. അന്ന് പ്രധാന പാട്ടുകാരനായിട്ട് രാമവരാശാനും കൂടെ പാടുന്നത് ഉണ്ണികൃഷ്ണൻ, കലാനിലയം ഉണ്ണികൃഷ്ണാശാനുമാണ്. ഇവര് ആ കാലയളവ് മുഴുവൻ കഥകളിയിൽ ഉണ്ടായിരുന്നു, പാടിക്കൊണ്ടിരുന്നു. അവരെ പരിചരിക്കുന്നതിന് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നു. ആ സമയത്ത് ഹോട്ടലുകളിലെ ഭക്ഷണവും ഒക്കെ ആയിരുന്നു. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ പാചകം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പാചകം ചെയ്ത് ഈ ഭക്ഷണം ഉണ്ടാക്കി ആശാന്മാർക്ക് കൊടുക്കുകയും അവിടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് കൊടുക്കുകയും, ഇതുകൂടാതെ അവരുടെ ചില ആവശ്യങ്ങളുണ്ട്, സ്വകാര്യ ആവശ്യങ്ങൾ. കൃഷ്ണകുട്ടിപ്പിള്ളാശാനുണ്ട്, രാമകുട്ടിനാരാശാനുണ്ട്, മാന്തോപ്പാശാനുണ്ട്. അവരുടെ ചില സ്വകാര്യ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതും ഞാനായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു അടുപ്പം ആശാൻ ശിഷ്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരടുപ്പം ആശാനുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടൂർ അവസാനിക്കുന്ന ഒരു സമയം, അവസാനത്തെ പ്രോഗ്രാം, എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്ന എൻ്റെ പുറപ്പാടായിരുന്നു അന്നത്തെ വേഷം. ആ പുറപ്പാട് വേഷം തന്നെ ഈ തകതത്തി ആ ഇത് ചെയ്യാൻ പോലും
തണുപ്പ് കൊണ്ട് എനിക്ക് ചവിട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ നല്ല തണുപ്പായിരുന്നു. ഞാൻ പുറപ്പാട് ചെയ്യുമ്പോൾ കറണ്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ആലോചിക്കണം, കറണ്ട് ഉള്ളപ്പോൾ പോലും സ്റ്റേജിൽ ചവിട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് കറണ്ട് ഇല്ലാത്തപ്പോൾ ഇരുട്ടത്ത് കളി നിർത്തുക, അല്ലെങ്കിൽ കളി തുടരണം എന്നുണ്ടെങ്കിൽ വിളക്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് തിരി കൂട്ടിയിട്ട് കളി നടത്തി. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു രാമവരാശനോട്, ആശാനെ സ്വെറ്ററും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. കൃഷ്ണൻകുട്ടി പിതൃാശാൻ പറഞ്ഞു, തൊട്ടാൻ നേരത്തെ എൻ്റെ ശരീരം ചൂട്, ഞാൻ വേർത്തോളൂ, എനിക്കത് വിഷയമല്ല. രാമരാശൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഷർട്ടിട്ട് പാടിയിട്ടേ ഇല്ല, ഈ കഥകളി സംഗീതം ഷർട്ടിട്ട് പാടിയിട്ടില്ല, അതുകൊണ്ട് പാരമ്പര്യമായിട്ട് തന്നെ ഞാനത് ചെയ്തോളാം, ഇടയ്ക്കൊന്ന് ഉപേക്ഷിച്ച് പോച്ചു. ഇങ്ങനെ കളി കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് ആശാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജോണേ, എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു, എന്തെങ്കിലും ഒരു ചൂടോട് കൂടി കുടിക്കാനുള്ളതുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും ഒരു അല്ല ആശാനെ, ഒന്നുമില്ല, റൂമിലെത്തിയാലുണ്ട്, അവിടം വരെ എത്തണ്ടേ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആശാൻ താഴേക്ക് വരും. ഞങ്ങൾ പെട്ടെന്ന് ഓടി ഇതെടുത്ത് പുതപ്പിച്ചു, ബ്ലാങ്കറ്റ് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാൻ അവിടെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. വീണ്ടും ബ്ലാങ്കറ്റ് കൊണ്ടിട്ടു. ആശാൻ എന്തോ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഞങ്ങളുടെ ഒപ്പം ഒരു നേഴ്സും, ഞങ്ങളുടെ മിക്ക പരിപാടികൾക്കും അന്നുണ്ടായിരുന്നു. ആ നേഴ്സ് ഓടി വന്ന് ആശാനെ തൊട്ടു. വേഗം പുറത്തേക്ക് ഓടിപ്പോകുന്ന കണ്ടു. 2 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എല്ലാം ഓടിയെത്തി അദ്ദേഹത്തെ ആസ്പത്രിയിലെത്തി. അങ്ങനെ ആസ്പത്രിയിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് റൂമിലേക്ക് പോയി. ആശാൻ വന്നിട്ടില്ല, കൂടെ പോയവരാരും വന്നിട്ടില്ല. ചിത്രനമ്പൂരിപ്പാട് ആശാനൊക്കെ MBS ഉണ്ട്, ചിത്രനമ്പൂരിപ്പാട് അദ്ദേഹം എല്ലാം ഒപ്പം പോയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നു. അദ്ദേഹം വന്നിട്ട് പറയാൻ വളരെ ബുദ്ധിമുട്ട്, രാമവാര്യർക്ക് ഹാർട്ടിനെന്തോ ഒരു ചെറിയ തകരാറുണ്ട്, യാത്ര ചെയ്യാൻ പറ്റില്ല, ആസ്പത്രിയിൽ കുറച്ച് ദിവസം ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ ആകെ നിശ്ചലമായി. ഇനി എന്ത് ചെയ്യും? ആശാനാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ എല്ലാവരും വീട്ടിൽ പോകാൻ ധൃതി കൂട്ടിയിരിക്കുകയാണ്. ചിത്രം നമ്പരിപ്പാട് സാർ എന്നോട് ചോദിച്ചു, ജോണിന് നിന്നുകൂടെ? ഞാൻ നിൽക്കാം. അങ്ങനെ ഞാൻ ആശാനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്നു ആശുപത്രിയിൽ. എനിക്ക് താമസിക്കാൻ ഹോട്ടലിൽ ഒരു റൂമുണ്ട്. പക്ഷെ രാവിലെ ഞാൻ ആശാന്റെ അടുത്ത് പോകും, ആശാനുമായിട്ട് സംസാരിക്കും, ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നോക്കും. ഇത് കഴിഞ്ഞ് ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഈശ്വര എത്ര കാശ കൊടുക്കേണ്ടി വരും. കലാമണ്ഡലം പോയപ്പോൾ കുറച്ച് ഡോളർ എൻ്റെ കയ്യിൽ തന്നിരുന്നു. ഇത് മതിയാവുമോ എന്താ വേണ്ടേ? അപ്പൊ ഞാൻ ബില്ല് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ബില്ല് ഇപ്പൊ വരും ഇല്ല, പോവാനുള്ള യാത്രയായി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് താമസിക്കണം. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തണം, ആ ദൂരമേ പാടുള്ളൂ. അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചു. ഒരു വിദേശിയുടെ വീടാണ്. ആ വീട്ടില്
ആണ് പോവാൻ ഞങ്ങൾ തയ്യാറാവുന്നത്. ആ സമയത്ത് ഈ ഡോക്ടർ വരും. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ ഫീസിൻ്റെ കാര്യം? ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് ഫീസ് കൊടുക്കുകയും അത് ഞങ്ങളുടെ ചുമതലയാണ്. 5 പൈസ പോലും വാങ്ങാതെ അമേരിക്കൻ സർക്കാർ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന രാമവരാശാനെ ചികിത്സിച്ച് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അന്നാണ് ഒരു കലാകാരന്റെ വില എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആശാന്റെ ഒപ്പം ആശാന്റെ മുറിയിൽ തന്നെ ഞാൻ കിടന്നു. ആശാന്റെ ഒരു കട്ടില്, എൻ്റെ തൊട്ടടുത്ത കട്ടില്. രാത്രിയിൽ പലപ്പോഴും ഞാൻ എഴുന്നേറ്റ് നോക്കും ആശാൻ ശ്വാസം വലിക്കുന്നുണ്ടോ. കാരണം ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗിയെ ഇതുവരെ ഞാൻ കാണേണ്ടി വന്നിട്ടില്ല, പരിചരിക്കേണ്ടി വന്നിട്ടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കണ്ടാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. അത് രാത്രിയിലാകാതെ. അങ്ങനെ 1 മാസക്കാലം ഞങ്ങൾ അവിടെ താമസിച്ചു. ഈ സമയത്ത് ആശാൻ കുളിക്കുന്ന സമയം ബാത്റൂം അടയ്ക്കാൻ പാടില്ല. ആശാനെ തോർത്തിക്കണം, ആശാന്റെ വസ്ത്രങ്ങൾ തിരുമണം, ആശാൻ ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അത് ഇന്ന ഭക്ഷണമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉപ്പിടാത്തത്, എരിവില്ലാത്തത്. ഇത് തന്നെയാണ് ഞാനും കഴിച്ചത്. ആശാൻ എന്ത് കഴിക്കുന്നോ, ആശാൻ എന്തൊക്കെ കഴിക്കാമോ അത് മാത്രമേ ഞാനും കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ആശാനെ പരിചരിച്ചുകൊണ്ട് ഞാൻ ആ വീട്ടിൽ 1 മാസം താമസിച്ചു. ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 1 മാസവും കൂടി നിങ്ങളുടെ ഭക്ഷണം, അതായത് കേരളത്തിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അടുത്ത മാസം നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നോക്കിയ ഈ ആശാനെ ശുശ്രൂഷിക്കാനും വീട്ടിൽ താമസിപ്പിക്കാനും പറ്റിയ ഒരാളെ ഞാൻ 2-3 പേരെയൊക്കെ വിളിച്ചു. അപ്പോഴാണ് സുദർശൻ തിരുമുൽപ്പാട് എന്ന് പറയുന്ന മൂവാറ്റുപുഴക്കാരനായ ഒരു കഥകളി ഭ്രാന്തൻ, അവര് എന്നോട് പറയാണ്, ജോണേ നിങ്ങൾ 2 പേരും എൻ്റെ വീട്ടിലേക്ക് വരൂ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് കഴിയാം. ഞാൻ അദ്ദേഹത്തെ കൂട്ടി അവരുടെ വീട്ടിൽ എത്തി. 1 മാസം ഞങ്ങൾ ഈ കേരളത്തിൽ കഴിക്കുന്നതിനേക്കാൾ സുഭിക്ഷമായിട്ട് ആ വീട്ടിൽ കഴിക്കും. ഈ സുദർശൻ തിരുമുൽപ്പാട് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഇപ്പോഴും ഞാൻ അവരെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവര് ശരിക്കും ആ സ്ത്രീ നല്ലൊരു സ്ത്രീ. ആശാനെ പൊന്നു പോലെ നോക്കി. ആശാൻ എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ ആ സ്ത്രീ നടത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങള് യാത്രയാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു, ഈ ഇവിടെ താമസിക്കുന്നതിന് ഭക്ഷണം തന്നതിന് എന്തെങ്കിലും ഒരു ചെലവ്, അതിനുള്ള സംഖ്യ എൻ്റെ കയ്യിൽ ഏഷ്യ സൊസൈറ്റി തന്നിട്ടുണ്ട്. ഈ സംഖ്യ ഞാൻ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ജോണേ ഈ സംഖ്യ ഞാൻ വാങ്ങിയിരുന്നു. അദ്ദേഹം മാത്രം. ഞാൻ ഇവിടെ എത്തിയ ഉടനെ അതിൻ്റെ ചെക്ക് എനിക്ക് തന്നു. രാമവരാശാനും ജോണും കൂടി ഈ സംഖ്യ പകുത്തെടുത്തോളൂ. അപ്പോ ഈ സംഖ്യ അദ്ദേഹം വാങ്ങിയില്ലായിരുന്നു എങ്കിൽ ഏഷ്യ സൊസൈറ്റിക്ക് ഞാൻ തിരിച്ചു കൊടുത്തേ പറ്റൂ. അദ്ദേഹം ആ സംഖ്യ കൈപ്പറ്റിയിട്ട് ഞാനത് സ്വീകരിച്ചു. ഒന്നും വേണ്ടിയില്ല, അവിടെ ചെന്നിട്ട് എനിക്ക് ചെക്കായിട്ട് അയച്ചു തന്നു. അങ്ങനെ രാമവരാശാനും എനിക്കും ആ 1 മാസത്തെ ചെലവിൻ്റെ പൈസ അദ്ദേഹം അയച്ചു തരികയുണ്ടായി. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം,
എൻ്റെ ഗുരുനാഥനെ നോക്കുന്ന പോലെ, എൻ്റെ അച്ഛനെ നോക്കുന്ന പോലെ എനിക്ക് രാമകുമാരാശാനെ നോക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ആ ആശാന്റെ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് എനിക്കിപ്പോൾ അമേരിക്കയിൽ ഒരു വീട് തന്നെ ഉണ്ടാവാൻ കാരണം. ആശാന്റെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഗുരുനാഥനായ പത്മനാഭനാരാശാന്റെ അനുഗ്രഹവും. നന്ദി, നമസ്കാരം.